ഹലോ ഫ്രണ്ട്സ്, വിഫൈ ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായിട്ടാണ് വിഫൈ ജോബ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ പ്രത്യേകം മുന്നോട്ട് ചെയ്യുക. അഡ്വർടൈസ്മെന്റ് നമ്പർ IITPKD/R/NF/01/2025 ആണ് ഇവിടെ അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ട് വേണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കടക്കും മുന്നേ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് കമ്മ്യൂണിറ്റിയുടെ വാട്സാപ്പ് ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് IIT പാലക്കാടിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കടക്കാം. സോ ഇവിടെ പോസ്റ്റ് കോഡ്, പോസ്റ്റ് നെയിം ആയിട്ട് വന്നിട്ടുള്ളത് ജൂനിയർ ഹിന്ദി അസിസ്റ്റന്റ് ഗ്രേഡ് 1 ആണ്. ഗ്രൂപ്പ് C ആണ് പോസ്റ്റ് വന്നിട്ടുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്യുക, പോസ്റ്റ് കോഡ് 25101 ആണ്. ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് 27 ഇയേഴ്സ് ആണ്. സോ ഇവിടെ ഏജ് റിലാക്സേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്തായി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ്. സോ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഹിന്ദിയാണ് വേണ്ടത്. കൂടാതെ ഇംഗ്ലീഷ് ഒരു ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ടോ വിദ്യാർത്ഥികൾ എടുത്തിട്ടുണ്ടായിരിക്കണം. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രിയിൽ അറ്റ്ലീസ്റ്റ് 60% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. കൂടാതെ 3 വർഷത്തെ റിലവന്റ് ട്രാൻസ്ലേഷൻ എക്സ്പീരിയൻസും വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് ഹിന്ദി ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ ആണ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. പേ ലെവൽ ആൻഡ് പേ സ്കെയിലാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. 29,200 to 92,300 റുപ്പീസ് ആണ് സാലറി ആയിട്ട് ലഭിക്കുക. നമ്പർ ഓഫ് പോസ്റ്റ് വന്നിട്ടുള്ളത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് ജൂനിയർ അറ്റൻഡ് ആണ്. ഗ്രൂപ്പ് C ആണ് പോസ്റ്റ് വന്നിട്ടുള്ളത്. പോസ്റ്റ് കോഡ് 25102 ആണ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 27 ഇയേഴ്സ് തന്നെയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് 10th അല്ലെങ്കിൽ SSLC ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. 18,000 to 56,900 ആണ് സാലറി സ്കെയിലായിട്ട് ലഭിക്കുക. സോ ഇവിടെ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 4 വേക്കൻസിയും OBC കാറ്റഗറിയിൽ ഒരു വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു പോസ്റ്റ് നിങ്ങൾ ഓൺലൈൻ മുഖേന വേണം അപ്ലൈ ചെയ്യാനായിട്ട്. സോ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ലേറ്റസ്റ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും കൂടാതെ ഡിഗ്രി സർട്ടിഫിക്കറ്റും എല്ലാം മാൻഡേറ്ററി ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട്. സോ ഇവിടെ SC ST OBC കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ഗവൺമെന്റ് റൂൾസ് പ്രകാരം ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു അപ്ലൈ ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓൺലൈൻ മുഖേന വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഇവിടെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് April 12th ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്യുക. സ്ഥിര നിയമനമായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കുക. കൂടാതെ വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ്. IIT പാലക്കാടിൽ വന്നിട്ടുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ സെലക്ഷൻ പ്രോസസ്സിന്റെയും മറ്റ് നോട്ടിഫിക്കേഷൻസിന്റെയും ഡീറ്റെയിൽസ് എല്ലാം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ് അനൗൺസ്മെന്റ് ചെയ്യുക. സോ വിദ്യാർത്ഥികൾ IIT പാലക്കാടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഫീ ആണ്. സോ ഇവിടെ 200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ SC ST PWBD വുമൺസ് കാൻഡിഡേറ്റ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീ ഇല്ലാണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ IIT പാലക്കാടിൽ വന്നിട്ടുള്ള ഈ ഒരു ജൂനിയർ ഹിന്ദി അസിസ്റ്റന്റ് ഗ്രേഡ് 1 കൂടാതെ ജൂനിയർ അറ്റൻഡർ ജോബ് പോസ്റ്റിലേക്കൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാടിൽ വന്നിട്ടുള്ള ഈ ഒരു ജൂനിയർ ഹിന്ദി അസിസ്റ്റന്റ് ഗ്രേഡ് 1 ജൂനിയർ അറ്റൻഡന്റ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. സോ വിദ്യാർത്ഥികൾ തന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തന്നിട്ടുള്ള അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. സോ ഞാൻ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. സോ ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും കറണ്ട് ഓപ്പണിംഗ് എന്നുള്ള ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സോ കറണ്ട് ഓപ്പണിംഗിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഡെസിഗ്നേഷൻ ജൂനിയർ ഹിന്ദി അസിസ്റ്റന്റ് ഗ്രേഡ് 1 കൂടാതെ ജൂനിയർ അറ്റൻഡ് എന്നുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് കാണാവുന്നതാണ്. സോ ഇവിടെ നിന്ന് അപ്ലൈ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഞാൻ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. സോ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ലോഗിൻ പേജ് ആണ് ലഭിക്കുക. ഓൾറെഡി അക്കൗണ്ട് ഉള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും തന്നിട്ടുള്ള ക്യാപ്ചയും കൊടുത്ത് ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്റ്റ്
ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം വിദ്യാർത്ഥികളുടെ ഇമെയിലും പാസ്വേഡും തന്നിട്ടുള്ള ക്യാപ്ചയും കൊടുത്ത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ.